ഈ സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ സമരം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം നമുക്കറിയാം, ഈ സർക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുമായിരിക്കും, പ്രധാനപ്പെട്ട എല്ലാ വാർഡുകളുടെയും, ഇപ്പം എമർജൻസി മെഡിസിൻ ആണെങ്കിലും ICU ആണെങ്കിലും പ്രസവ വാർഡ് തുടങ്ങി കാഷ്വാലിറ്റി തുടങ്ങി എല്ലാ മേഖലകളുടെയും പ്രവർത്തനത്തിന് PG ഡോക്ടർമാരുടെ പങ്ക് ഒട്ടും കുറച്ച് കാണാൻ കഴിയുന്നതല്ല. കാരണം അവരാണ് കൂടുതൽ സമയം അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരത്തിന് തുടക്കമാകുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും സ്റ്റൈഫൻഡ് ലഭ്യമാക്കിയിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് മാത്രം അവഗണന എന്നാരോപിച്ചാണ് ഈ സമരം. രമ്യ ദാസ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. രമ്യ, അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് PG വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. കാരണം ഈ സമരം നീണ്ടുപോയാൽ ഒരുപക്ഷെ അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പോലും താളം തെറ്റിക്കുന്ന രീതിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമരവുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണോ PG ഡോക്ടർമാരുടെ തീരുമാനം? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ PG ഡോക്ടർമാരുടെ ഈ സമരവുമായി, അനിശ്ചിതകാല സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, അതായത് ഈ സ്റ്റൈഫൻഡ് കിട്ടും വരെ ഈ സമരം തുടരും എന്ന് തന്നെയാണ് PG ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആദ്യ ആഴ്ചയിൽ തന്നെ, മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ സ്റ്റൈഫൻഡ് വിതരണം ചെയ്യുമ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇത് കിട്ടാത്തത്. കഴിഞ്ഞ മാസത്തെ സ്റ്റൈഫൻഡ് വരെ ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരു സൂചനാ പണിമുടക്ക് ഇവർ ഞായറാഴ്ച നടത്തിയിരുന്നു. അത് തിങ്കളാഴ്ചയോടുകൂടി ഇന്നലെ ഇത്തരത്തിൽ സ്റ്റൈഫൻഡ് വിതരണം ചെയ്യാമെന്നായിരുന്നു അധികൃതർ ഉറപ്പുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇന്നലെ ഇത്തരത്തിൽ സ്റ്റൈഫൻഡ് വിതരണം നടത്തിയതില്ല. അതോടുകൂടിയാണ് ഇവർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇന്ന് മുതൽ OP വരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ അനിശ്ചിതകാല സമരം കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് അറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ PG ഡോക്ടർമാരും അതുപോലെ തന്നെ കുറവ് ഡോക്ടർമാരുമുള്ള ഒരു ആശുപത്രിയാണ്. കൂടാതെ 7 ജില്ലകളിൽ നിന്നായി നിരവധി, അതായത് OP ഉൾപ്പെടെ നിരവധി പേഷ്യൻസ് ആണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ OP ഉൾപ്പെടെ ഇവരുടെ സേവനം, PG ഡോക്ടർമാരുടെ സേവനമാണ് മെഡിക്കൽ കോളേജിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ PG ഡോക്ടർമാർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ആശുപത്രിയുടെ ദൈനംദിന കാര്യങ്ങളും അതുപോലെ തന്നെ രോഗികളും അവതാളത്തിലാകുമെന്ന് ഉറപ്പ് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. കാരണം രോഗികളെ ഇത് വല്ലാതെ ഒന്നും ആവില്ല വലയ്ക്കുക, നല്ല രീതിയിൽ തന്നെ രോഗികൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്ത് തന്നെയായാലും ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്കാണ് ഈ PG ഡോക്ടർമാർക്ക് അടുത്ത നിലപാടിൽ തന്നെയാണ്. അതായത് സ്റ്റൈഫൻഡ് വിതരണം എന്ന് ലഭ്യമാകുന്നു അന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഈ അനിശ്ചിതകാല സമരത്തിന് പുറകോട്ടുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ PG ഡോക്ടർമാരുള്ളത്. സേതു. ശരി രമ്യ, കടുത്ത നിലപാടിൽ പോകുന്നു PG ഡോക്ടർമാർ. ഓക്കെ രമ്യ, ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു ആവശ്യമാണ്. ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഇവരുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ മാറും ഇതിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ സമരത്തിന്റെ പോക്ക്.